അങ്ങനെ ആ ദിവസം അവസാനം വന്നെത്തിയിരിക്കുകയാണ്. ഇനിയും സസ്പെൻസ് ഒന്നും ബാക്കി വെക്കാതെ കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോ തന്റെ രാജി അറിയിച്ചിരിക്കുകയാണ്. വികാരനിർഭരമായ വിടവാങ്ങൽ പ്രസംഗത്തിൽ പലയിടത്തും ഞാനൊരു പോരാളിയാണ് എന്നും ഇതൊന്നും ഒന്നിന്റെയും അവസാനമല്ല എന്നും രാജ്യത്തിനു വേണ്ടി ഞാൻ തുടർന്നും പോരാടിക്കൊണ്ടിരിക്കുമെന്നും ഒക്കെ പറഞ്ഞുവെങ്കിലും നിലവിലിപ്പോൾ ജസ്റ്റിൻ ട്രൂഡോയെക്കുറിച്ചുള്ള എലോൺ മസ്കിന്റെ പ്രവചനമാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത്. ആഴ്ചകൾക്ക് മുൻപേ തന്നെ എലോൺ മസ്ക് ജസ്റ്റിൻ ട്രൂഡോ ഒരു ഇൻസഫറബിൾ ടൂൾ ആണ് എന്നും അധിക നാളൊന്നും വേണ്ടിവരില്ല, അതിനു മുമ്പേ തന്നെ ട്രൂഡോ താഴെ ഇറങ്ങുമെന്നും മുൻകൂട്ടി പ്രവചിച്ചിരുന്നു. നമുക്ക് കാണാം എലോൺ മസ്ക് ഇതേ തുടർന്ന് ഇപ്പോൾ അങ്ങേയറ്റം സന്തോഷവാനാണ്. നാം ഇവിടെ കാണുന്നതാണ് ജസ്റ്റിൻ ട്രൂഡോയുടെ രാജിക്ക് തൊട്ടു പിന്നാലെയുള്ള എലോൺ മസ്കിന്റെ ട്വീറ്റ്. 2025 ഈസ് ലുക്കിംഗ് ഗുഡ്. കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ലിബറൽ പാർട്ടിയുടെ ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചിരിക്കുന്നു എന്നത് കൂടാതെ 2025 എലോൺ മസ്കിന് സന്തോഷിക്കുവാനുള്ള കാരണങ്ങൾ വേറെയുമുണ്ട്. ഒന്നാമതായി US-ൽ പ്രസിഡന്റ് ഇലക്ഷനിൽ വിജയിച്ച ട്രംപ് ഈ മാസം 20-ന് ചുമതലയേൽക്കുവാൻ പോകുകയാണ്. ഇതുകൂടാതെ UK-ൽ പ്രസിഡന്റായ കിയർ സ്റ്റാമർ ഇപ്പോൾ രാജ്യത്ത് പ്രായപൂർത്തിയാകാത്ത വെള്ളക്കാരി പെൺകുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പാകിസ്ഥാൻ വംശജർ നടത്തിവരുന്ന ഗ്രൂമിംഗ് ഗാങ്സിന്റെ പേരിൽ ആഗോള വ്യാപകമായ ഒരു സമ്മർദ്ദം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇതേപ്പറ്റി UK-യുടെ മണ്ണിൽ പാകിസ്ഥാൻ വംശജർ നടത്തിപ്പോരുന്ന ഗ്രൂമിംഗ് ഗാങ് സ്കാൻഡലിനെ പറ്റി ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ നിർമ്മിക്കുന്നതാണ്. ഈ സംഭവം ഇപ്പോൾ കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നതും എലോൺ മസ്ക് തന്നെയാണ്. ഏതുവിധേനയും ലേബർ പാർട്ടിയുടെ നിലവിൽ UK-യുടെ പ്രൈം മിനിസ്റ്ററായ കിയർ സ്റ്റാമറെ ഭരണത്തിൽ നിന്നും താഴെ ഇറക്കുമെന്ന് പറഞ്ഞു പിന്നാലെ കൂടിയിരിക്കുകയാണ് എലോൺ മസ്ക് ഇപ്പോൾ. മാത്രമല്ല പ്രശ്നരൂക്ഷിതമായ എൽ സാൽവഡോറിലും അർജന്റീനയിലും ഒക്കെ ട്രംപ് അനുകൂല റൈറ്റ് വിംഗ് ഗവൺമെന്റ് ഇപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുകയാണ്. ഇതെല്ലാം അധികാരത്തിൽ വരാൻ പോകുന്ന ട്രംപ് ഗവൺമെന്റിനും ഒപ്പം എലോൺ മസ്കിനും ഒരു ശുഭസൂചന തന്നെയാണ്. ഇനി ട്രൂഡോ രാജിവെച്ചതിന് പിന്നിലെ കാരണങ്ങളെപ്പറ്റി നാം അന്വേഷിക്കുകയാണെങ്കിൽ കാരണങ്ങൾ അത് പലതാണ്. അതെന്താണെന്ന് അറിയുന്നതിനായി ആദ്യം ജസ്റ്റിൻ ട്രൂഡോയുടെ വിരമിക്കൽ പ്രസംഗം ഒന്ന് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. So last night over dinner, I told my kids about the decision that I'm sharing with you today. I intend to resign as party leader, as prime minister, after the party selects its next leader through a robust, nationwide, competitive process. വളരെ വലിയൊരു പ്രസ്താവന തന്നെയാണിത്. കാനഡയുടെ പ്രസിഡന്റ് എന്ന ചുമതലയിൽ നിന്ന് മാത്രമല്ല പാർട്ടി നേതൃത്വത്തിൽ നിന്നും ജസ്റ്റിൻ ട്രൂഡോ രാജിവെക്കുകയാണ്. കാനഡയിൽ ഭരണത്തിലുള്ള ലിബറൽ പാർട്ടിയുടെ മുഖ്യ നേതാവ് കൂടിയായിരുന്നു ഇദ്ദേഹം. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയുള്ള ബാക്കി എംപിമാരുടെ കടുത്ത സമ്മർദ്ദമാണ് ജസ്റ്റിൻ ട്രൂഡോയെ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുവാൻ പ്രേരിപ്പിച്ച ഒരു മുഖ്യ കാരണം. ഇതുകൂടാതെ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്ത്യയുമായുള്ള പ്രശ്നങ്ങളും ഒരു പ്രധാന കാരണം തന്നെയായിരുന്നു. ഖാലിസ്ഥാൻ വിഷയത്തിന് അളവിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിസാരമായ പല വിഷയങ്ങളെയും പെരുപ്പിച്ച് കാണിച്ച് പ്രകോപനമൊന്നും കൂടാതെ പലപ്പോഴും ഇന്ത്യയെ കടന്നാക്രമിക്കുകയായിരുന്നു ജസ്റ്റിൻ ട്രൂഡോ ചെയ്തിരുന്നത്. ഇതിൽ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയെയും ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയെയും വരെ പരസ്യമായി ആക്ഷേപിച്ചിരുന്നു ജസ്റ്റിൻ ട്രൂഡോ ഗവൺമെന്റ്. എന്നാൽ ഇതിന്റെ എല്ലാം പിന്നിലുള്ള യഥാർത്ഥ കാരണങ്ങളെപ്പറ്റി, രാജ്യത്തെ ഇൻഫ്ലേഷൻ പോലുള്ള പല പരാജയങ്ങളെയും മറച്ചുവെക്കുവാൻ വേണ്ടി മറ്റൊരു രാജ്യത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ട്രൂഡോ സ്വന്തം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാൻ ശ്രമിക്കുകയാണ് എന്ന് കനേഡിയൻ ജനതയ്ക്ക് മനസ്സിലായതോടെ ഇന്ത്യക്കെതിരെ നടത്തിയ നീക്കങ്ങളൊന്നും ഫലം കണ്ടില്ല എന്ന് മാത്രമല്ല ഇതുമൂലം ജസ്റ്റിൻ ട്രൂഡോയുടെ ഇന്റർനാഷണൽ ഇമേജിന് വരെ കോട്ടം തട്ടിയിരിക്കുകയാണ്. ഇതുകൂടാതെ അയൽരാജ്യമായ USA-ൽ അധികാരത്തിലേറുന്നതിന് മുൻപേ തന്നെ ട്രംപ് നൽകിയ ചില സൂചനകൾ, ട്രംപിന്റെ വാക്കുകൾ ജസ്റ്റിൻ ട്രൂഡോ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ആശങ്കാജനകമായ ഒന്നായിരുന്നു. ഒരു രാജ്യത്തിന്റെ ജനങ്ങളോട്, അതായത് കനേഡിയൻസിനോട് ട്രംപ് പറയുകയാണ്, നിങ്ങൾ USA-യുടെ ഭാഗമാകുക എന്ന്. ഇനി ഒറ്റയ്ക്ക് മുന്നോട്ടുള്ള അതിജീവനം അത് ദുഷ്കരമായിരിക്കുമെന്ന്. മാത്രമല്ല ട്രംപ് കാനഡയെ അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിക്കുകയും ജസ്റ്റിൻ ട്രൂഡോയെ അതിന്റെ ഗവർണർ എന്ന് വരെ വിളിക്കുകയും ചെയ്തു. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്ങേയറ്റം ഹ്യൂമിലിയേറ്റിംഗ് ആയ ഒരു കാര്യമായിരുന്നു. ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ഇതിനെതിരെ തുറന്നു പറയുവാനുള്ള ധൈര്യമില്ലായെങ്കിലും ഇത് കാനഡ എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആഗോളതലത്തിൽ വളരെ നാണക്കേടിനിടയാക്കിയിരുന്നു. മാത്രവുമല്ല ട്രംപ് പറയുകയാണ് കനേഡിയൻ എക്സ്പോർട്ടിന് മേൽ 25% താരിഫ് ഏർപ്പെടുത്തുമെന്ന്. അഥവാ അങ്ങനെ സംഭവിച്ചാൽ ഇതിനകം തന്നെ റിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ വലിയൊരു തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന കനേഡിയൻ ഇക്കണോമിക്ക് വലിയൊരു അടി തന്നെയായിരിക്കും അത്. ഇത്തരത്തിൽ ട്രൂഡോ എവിടെയൊക്കെ കൈവച്ചുവോ അവിടെയെല്ലാം ഇദ്ദേഹത്തിന് തിരിച്ചടികൾ മാത്രമാണ് നേരിടേണ്ടി വന്നത്. അവസാനം അങ്ങേയറ്റം ഡെസ്പിറേഷനിൽ ഒരു അറ്റകൈ പ്രയോഗം എന്നവണ്ണം ഇന്ത്യയെ ബ്ലെയിം ചെയ്തുകൊണ്ട് ഇന്ത്യക്കെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ രാജ്യത്തിനു വേണ്ടി പോരാടുന്ന ഒരു ഹീറോയാകാൻ നോക്കി. രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു നേതാവാണ് എന്ന് ജനങ്ങളെ ധരിപ്പിക്കുവാൻ വേണ്ടി ട്രൂഡോ നടത്തിയ അവസാനത്തെ ഗാമ്പിളും ഒടുവിൽ ഫലം കണ്ടില്ല എന്ന് മാത്രമല്ല ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ഇപ്പോൾ തന്റെ എല്ലാ ഔദ്യോഗിക പദവികളിൽ നിന്നും രാജിവെക്കേണ്ടിയും വന്നിരിക്കുന്നു. ഇതിന്റെ എല്ലാം ഇമ്പാക്ട് നമ്മുടെ ഭാരതത്തെ ഏത് തരത്തിൽ ബാധിക്കുമെന്ന് നോക്കുകയാണെങ്കിൽ, എന്താണ് ഇനി ഉടനെ തന്നെ കാനഡയിൽ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരു ഇന്ത്യൻ പെർസ്പെക്റ്റീവ്സിലൂടെ നോക്കുകയാണെങ്കിൽ ഈ ഡെവലപ്മെന്റ് തീർച്ചയായും ഇന്ത്യ
ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. കാരണം ഈ വർഷം 2025 G7 സമ്മിറ്റിന് ആതിഥേയത്വം അരുളാൻ പോകുന്ന രാജ്യമാണ് കാനഡ. ഒരുപക്ഷെ ജസ്റ്റിൻ ട്രൂഡോയാണ് കനേഡിയൻ പ്രൈം മിനിസ്റ്റർ എന്നിരുന്നെങ്കിൽ ഇന്ത്യ കാനഡയുടെ G7-ൽ പങ്കെടുക്കുവാനുള്ള ക്ഷണത്തെ പരസ്യമായി നിരസിച്ചേനെ. കാരണം ഇന്ത്യ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്, ഡൊമസ്റ്റിക് പൊളിറ്റിക്സിലെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ഇന്ത്യ എന്ന രാജ്യത്തെ ലക്ഷ്യം വെക്കുകയും ഇന്ത്യ കാനഡ ബന്ധത്തെ അങ്ങേയറ്റം നാശമാക്കുകയും ചെയ്തതിന്റെ ഒരേ ഒരു ഉത്തരവാദി ജസ്റ്റിൻ ട്രൂഡോ മാത്രമാണ് എന്ന്. ജസ്റ്റിൻ ട്രൂഡോയുടെ നേതൃത്വത്തിലുള്ള കാനഡ G7 സമ്മിറ്റിനെ ഹോസ്റ്റ് ചെയ്യുകയും അതിലേക്ക് സ്പെഷ്യൽ ഗസ്റ്റായി ഇന്ത്യൻ PM ശ്രീ നരേന്ദ്രമോദി പോകുകയും ചെയ്യുക എന്നത് ഈ സാഹചര്യത്തിൽ അതിന്റെ സാധ്യതകൾ വളരെ കുറവായിരുന്നു. എന്നാൽ ഇപ്പോൾ കാനഡയിൽ ഒരു ഭരണമാറ്റം വന്നതോടെ ഇന്ത്യ 2025 G7 സമ്മിറ്റിൽ പങ്കെടുക്കുവാനുള്ള ചില സാധ്യതകൾ വീണ്ടും കാണുന്നുണ്ട്. മാത്രമല്ല വരും ദിവസങ്ങളിൽ പതിയെ ഇന്ത്യ കാനഡ ബന്ധവും പുരോഗമിക്കുന്നതായി കാണുവാൻ സാധിക്കും. എന്നാൽ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് പകരം ഇനി ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ കാനഡയിൽ ഇപ്പോൾ ഉടനടി ഒരു ഇലക്ഷൻ നടക്കുവാനുള്ള സാധ്യതയൊന്നുമില്ല. മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം ഒക്ടോബറിൽ തന്നെയാകും ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുക. അതിൽ ലിബറൽ പാർട്ടിയെ പരാജയപ്പെടുത്തി കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാവ് പിയർ പൊളിവർ കാനഡയിൽ അധികാരത്തിലേറിയാൽ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു വാർത്തയായിരിക്കും. അത് കാനഡയിൽ ഇപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് അധികാരത്തിലുള്ള ലിബറൽ പാർട്ടി അടുത്ത മാർച്ച് 24-നുള്ളിൽ തങ്ങളുടെ മറ്റൊരു നേതാവിനെ പുതിയ PM ആയി തിരഞ്ഞെടുക്കും. രാജ്യം അറിയിച്ചുവെങ്കിലും അതുവരേക്കും കൂടി, അതായത് മാർച്ച് 24 വരേക്കും കാനഡയുടെ പ്രസിഡന്റ് സ്ഥാനത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുക ജസ്റ്റിൻ ട്രൂഡോ തന്നെയായിരിക്കും. വേണമെങ്കിൽ പേരിനൊരു പ്രസിഡന്റ് എന്ന് പറയാം. പാർട്ടി പുതിയൊരു നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് വരേക്കും കൂടി അധികാരത്തിലിരിക്കേണ്ടി വരും ജസ്റ്റിൻ ട്രൂഡോയ്ക്ക്. ഇതിപ്പോൾ നാം നോക്കിയാൽ ഡൊണാൾഡ് ട്രംപ് മുമ്പ് പരിഹാസ രൂപേണയാണ് പറഞ്ഞത് എങ്കിലും ട്രംപിന്റെ വാക്കുകൾ അതുപോലെ തന്നെ ഫലിച്ചിരിക്കുകയാണ്. രാജ്യത്തെ ഇടക്കാലത്തേക്ക് നോക്കി നടത്തേണ്ടി വരുന്ന ഒരു ഗവർണറെ പോലെ തന്നെ ആയിരിക്കുകയാണ് ജസ്റ്റിൻ ട്രൂഡോ ഇപ്പോൾ. ഇതോടുകൂടി ഇനി ഇവിടെ എന്തെങ്കിലും വലിയ അട്ടിമറിയൊന്നും സംഭവിച്ചില്ല എങ്കിൽ ജസ്റ്റിൻ ട്രൂഡോയുടെ ഭരണം ഏതാണ്ട് ഇതോടുകൂടി ഇവിടെ അവസാനിക്കുവാൻ പോകുകയാണ്. ജസ്റ്റിൻ ട്രൂഡോ ഇനിയും ഒരിക്കൽ കൂടി ഇലക്ഷനിൽ നിന്ന് വീണ്ടും അധികാരത്തിലേക്ക് വരുവാനുള്ള സാധ്യതകൾ തീരെ കുറവാണ്. കാരണം സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ട് തന്നെയാണ് ട്രൂഡോ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. എന്നാൽ എന്തെങ്കിലും ഒരു മാജിക് സംഭവിച്ച് ജസ്റ്റിൻ ട്രൂഡോ വീണ്ടും കാനഡയിൽ അധികാരത്തിൽ വന്നാൽ അദ്ദേഹം തന്റെ സ്പീച്ചിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും ജസ്റ്റിൻ ട്രൂഡോ ഒരു പോരാളിയാണ് എന്ന്. അല്ലാത്ത പക്ഷം ജസ്റ്റിൻ ട്രൂഡോ ഇനി വളരെ നീണ്ട കാലത്തേക്ക് അധികാര പദവികളിൽ നിന്നെല്ലാം വളരെ ദൂരെയായിരിക്കും. ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ആൻഡ് ഇന്റർനാഷണൽ ഇൻഫർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കാണും വരേക്കും ഏവർക്കും ജയ് ഹിന്ദ്.